പ്രത്യേക ജൂറി പരാമർശം അഭിമുഖകാരൻ ദീപക് ധർമ്മടം. ശില്പവും പ്രശസ്തിപത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ ദീപക് ധർമ്മടത്തിനെ ക്ഷണിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം അഭിമുഖകാരൻ ദീപക് ധർമ്മടം. പരിപാടി നയം വ്യക്തമാക്കി കോടിയേരി. കോടിയേരി ബാലകൃഷ്ണൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തി ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും സൗമ്യവും ആധികാരികവുമായ ചോദ്യങ്ങളിലൂടെ അനാവരണം ചെയ്ത അഭിമുഖ മികവിന് ഈ ഒരു സമ്മേളന ചരിത്രത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒരു സമാധാനപരമായ പ്രക്ഷുബ്ധ അന്തരീക്ഷം പാർട്ടിക്കകത്ത് ഇല്ലാത്തൊരു സമ്മേളനമാണ് എറണാകുളം. പ്രത്യേക ജൂറി പരാമർശം ജീവചരിത്ര ചിത്രത്തിന്റെ സംവിധായിക പ്രിയ രവീന്ദ്രൻ. ശില്പവും പ്രശസ്തിപത്രവും ഏറ്റുവാങ്ങാൻ ശ്രീമതി പ്രിയ രവീന്ദ്രനെ ക്ഷണിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം ജീവചരിത്രം സംവിധാനം പ്രിയ രവീന്ദ്രൻ. പരിപാടി ലളിതം സൗമ്യം ഗാന്ധി മാർഗം. ഗാന്ധിയൻ പി ഗോപിനാഥൻ നായരുടെ പ്രചോദനാത്മകമായ ജീവിത ശൈലിയും സാമൂഹിക ഇടപെടലുകളും ചരിത്രപരമായി രേഖപ്പെടുത്തിയ സംവിധാന മികവിന് മനുഷ്യരോട് നിരന്തരം ഗാന്ധിയുടെ ദർശനം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സംസ്ഥാന മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്യുകയാണ്. 24-ന്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ വി അരവിന്ദ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് വേണ്ടി മികച്ച വാർത്താ അവതാരക അനുജ രാജേഷ്. പരിപാടി ഉച്ചവാർത്ത വാർത്താ സന്ധ്യ. വാർത്തകളെ വ്യക്തവും സ്പഷ്ടവും അനായാസവുമായി അവതരിപ്പിക്കുന്ന മികവിന് KSRTCയെ പൊതുമേഖലയിൽ നിലനിർത്തുക എളുപ്പമല്ലെന്നും കോർപ്പറേഷനെ സ്വയം ഭരണാധികാരമുള്ള 3 ലാഭകേന്ദ്രങ്ങളായി വിഭജിക്കുമെന്നും ചിന്താവാരികയിൽ എഴുതിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. മികച്ച ന്യൂസ് ക്യാമറാമാൻ സന്തോഷ് എസ് പിള്ള. 10,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും ഏറ്റുവാങ്ങാൻ ശ്രീ സന്തോഷ് എസ് പിള്ളയെ ക്ഷണിക്കുന്നു. മികച്ച ന്യൂസ് ക്യാമറാമാൻ സന്തോഷ് എസ് പിള്ള. മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള പുരസ്കാരം അനുജ രാജേഷ് ഏറ്റുവാങ്ങിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.